ജാഗോയിലേക്ക് വളരെ ആവേശകരമായി നമുക്ക് മലപ്പുറത്ത് നിന്ന് വിൻസെൻ്റ് കപ്പൂച്ചൻ എന്ന അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ജാഗോയിലേക്ക് മലപ്പുറത്ത് നിന്ന് വണ്ടി കയറി ഇവിടെ ബാംഗ്ലൂരിലേക്ക് വരാണ്ടായ കാരണം? ജാഗോയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജാഗോയ്ക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു അത് വളരെ നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ് ജാഗോയുടെ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ ഓരോ പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത്. ഈ പ്രാവശ്യം എന്തായാലും ജാഗോയ്ക്ക് വരണമെന്ന് വിചാരിച്ച് ഞാനൊരു 1 മാസം മുമ്പേ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വരണ്ടെന്നിങ്ങനെ വേണോ വേണ്ടയോ എന്നിങ്ങനെ മടി അങ്ങനെ പിടിച്ചുകൊണ്ട് വണ്ടിയൊന്നും ഞാൻ ബുക്ക് ചെയ്തില്ല. പക്ഷെ അവസാന നിമിഷം എന്തോ ഒരു പ്രേരണ കിട്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു, എന്തൊക്കെയാണെന്നൊരു അറിയത്തില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യുവജനങ്ങളെല്ലാം കണ്ടപ്പം തന്നെ, അത് മാത്രമല്ല ഇവരുടെ പ്രാർത്ഥനാ രീതിയെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി, ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നി, ഭയങ്കര സന്തോഷം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെയുള്ള ഓരോ പ്രോഗ്രാംസും, ഓരോ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. ഇവിടെയുള്ള യുവജനങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. ഇത്രയും പേർക്കുള്ള 10-15,000 പേർക്കുള്ള ഫുഡ് അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇവരുടെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നിനൊരു കുറവില്ലാതെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു. ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന യുവജനങ്ങളുടെ ആ ഒരു ഈശോയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആ ഒരു അഭിഷേകമുള്ള മോഹങ്ങളാണ് എല്ലാവർക്കും കാണാൻ പറ്റിയത്. അപ്പം ഒത്തിരി ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഒരുപാട് നന്ദി, ഈശോയ്ക്ക് നന്ദി പറയാണ്. താങ്ക് യു അച്ഛാ. നമ്മുടെ കൂടെ ആയിരുന്നത് വിൻസെൻ്റ് കപ്പൂച്ചൻ അച്ഛനാണ്. അച്ഛൻ മലപ്പുറത്താണ് സേവനം ചെയ്യുന്നത്. അച്ഛൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഞാനിപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു ആശ്രമമാണ്. മലബാർ പ്രോവിൻസിലെ, പാവനാത്മ പ്രോവിൻസിലെ ആദ്യത്തെ ആശ്രമമാണ് ഞങ്ങളവിടെ. അവിടെ 3 പേര് അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. ഞങ്ങളവിടെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സഹായിക്കാൻ പോകുന്നു. പിന്നെ അവിടെ ഏകദിന ശുശ്രൂഷയുണ്ട്, അവിടെ വണ്ടേ ധ്യാനം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, കൗൺസിലിംഗ്, ഉപസാരങ്ങൾ, അങ്ങനെയുള്ളത്. പിന്നെ ജ്യൂസത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ ഞാനവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അച്ഛാ. വളരെയധികം നന്ദി. ശക്തി ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛന് 2 വാക്ക് സംസാരിച്ചാൽ വളരെ നന്ദി. താങ്ക് യു.